അങ്ങനെ നമ്മൾ നീതി തിരിച്ചു പോണ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടനോട് സുധീഷിനോടൊക്കെ ഒരുപാട് സോറി പറയുന്നുണ്ട്. ഞാൻ കാരണമല്ലേ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ സംഭവിച്ചത്, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ബുദ്ധിമുട്ടേണ്ടി വേണ്ടി വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ പറയും, നീ ഒന്നും ഉണ്ടായിരിക്കാൻ മോളെ, നീ എന്ത് തെറ്റ് ചെയ്യാനാ, നിനക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. എന്തായാലും അവർ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് ഇട്ടിട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് മുണ്ടാതെ അവിടെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ് ഇത്, ഇങ്ങനെ സുധീഷ് ഏട്ടന് ഒന്നും പറ്റിയിട്ടില്ല, എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, നീ ഒന്ന് വിട്ടുകള, അയാളുടെ സ്വഭാവം അങ്ങനെ തന്നെ നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും നമ്മൾ സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരോടും ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ പറയുന്നുണ്ട്, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാൻ പറയുന്നുണ്ട് നമ്മുടെ നിധിയോടൊക്കെ. എന്തായാലും നിധിയൊക്കെ ഫ്രഷൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ നീതു ചെന്നിട്ട് നമ്മുടെ ഹരീഷിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ ടൈം പാസ് ആയിരുന്നില്ല, ഒരാഴ്ച ആയിട്ട് നിനക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു, ഇപ്പോൾ എന്ത് പറ്റി, നീ എനിക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ലല്ലോ എന്നോട് ശരിക്കും എനിക്ക് വെറുതെ കളിക്കുള്ള പ്രേമ സീരിയസ് ആയിട്ടുള്ള പ്രേമമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചൂടാവുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിന് ആകപ്പാടെ പ്രാന്ത് കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ആടി എനിക്ക് സീരിയസ് ഇല്ല, അപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്പാനറൊക്കെ താഴെ ഇടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നീതു പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും എന്നെ ശല്യപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞിട്ട് വിഷമിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹരീഷും വിഷമിച്ചിരിക്കുന്നുണ്ട്. കാരണം ഹരീഷിന് അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഓരോന്നും പറഞ്ഞത് അവളൊരു ക്ഷമയോടുകൂടി ചോദിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഹരീഷ് ദേഷ്യപ്പെട്ടത്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ നിധി ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ ആ ബാഗിലുള്ളത് സ്വർണ്ണമൊക്കെ തന്നെ ആയിരുന്നോ, അത് ഒരുപാട് വിലയുള്ള സ്വർണ്ണങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, ഇങ്ങനെ എപ്പോഴെപ്പോഴും കൈമാറ്റം ചെയ്യാറുണ്ട്, അത് സത്യത്തിൽ സ്വർണ്ണം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറയണമെന്ന് പറയുന്ന സമയത്ത് സുധീഷിൻ്റെ പോക്കറ്റിൽ നിന്ന് 2 ഗോൾഡ് കോയിൻ എടുക്കുന്നുണ്ട്. ഞാൻ അത് അവരുടെ ബാഗിൽ നിന്ന് എടുത്തതാട്ടോ, ഞാൻ മോഷ്ടിച്ചതാണ്, എനിക്ക് അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് എന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തല്ലേ, അതിൻ്റെ ആ ദേഷ്യത്തിൽ ഞാൻ ആ 2 എടുത്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി ആദ്യം ഒന്ന് ഇങ്ങനെ തുറച്ചൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ പറഞ്ഞു, എന്ത് പണിയുടെ കാണിച്ചത്, നിനക്കിപ്പോൾ എന്ത് ആവശ്യമുണ്ട്, എന്തിനാ അത് എടുക്കേണ്ട ആവശ്യമുണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, അത് നന്നായേ ഉള്ളൂ, സുധീഷിനെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ, അത് നന്നായേ ഉള്ളൂ അവ എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിധിയോട്, അപ്പോൾ നീയോ മോളെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സുഭാഷ് ഏട്ടൻ അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്ന സമയത്ത് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ഐ ഡി ഒക്കെ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പൊട്ടിച്ചെറിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഡ്രൈവർ വന്നിട്ട് ഹലോ എന്ന് വിളിക്കുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാറിൻ്റെ ചാവി തരൂ, എന്നെ ഈ കാറ് തിരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ നീതി വന്ന് കാറിൻ്റെ ചാവിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ കാർ എടുത്തിട്ട് ഡ്രൈവർ തിരിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് നികേഷിനോട് പറയുന്നുണ്ട്, കണ്ടോ അവൾക്ക് എന്നോട് ഇത്തിരി പ്രേമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്നോട് ഇത്തിരി സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പൊട്ടിച്ചെറിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.